5 സിയറിന് മുകളിൽ എത്ര. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. വണ്ടിയുള്ളിൽ കയറി ഒരു മിനിറ്റ്. അപ്പോൾ ചാവി ഇട്ടെ നമുക്കതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഒരു മിനിറ്റ് ന്യൂട്രലാക്കി. 46 റേഞ്ച്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനിയൊന്നും പറയല്ല, സെറ്റ് കോളേജിൽ പോവാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് അമ്മയുടെ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ഓഫ് ടു ശബരി, അത് കഴിഞ്ഞിട്ട് നേരെ ഓഫ് ടു CCST. അപ്പോൾ എന്നാൽ കോളേജ് എത്തിയിട്ട് കാണാം. അപ്പോൾ ഒന്നും പറയാനില്ല, AC ഓൺ. അപ്പോൾ നേരെ വണ്ടി നമുക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് നേരെ പോകാം ഗൈസ് കോളേജിലേക്ക്. നമ്മുടെ സ്കൂളിൽ പോയി എന്നിട്ട് കോളേജിൽ പോകാം ഗൈസ്. അപ്പോൾ കുറച്ചായിട്ട് വരാം ഗൈസ്. എൻ്റെ പ്രശ്നം നിങ്ങൾ കൂട്ടിക്കോളൂ. ഞാൻ ഡബിൾ ഇൻഡിക്കേറ്റർ എപ്പോഴും ഓണാക്കിയിടും. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് പിന്നെ വണ്ടിയുള്ള ശീലം റോഡ് സൈഡിൽ നിർത്തിയിട്ട് അപ്പം ഡബിൾ ഇൻഡിക്കേറ്റർ ഓണാക്കിയിടും. ഇങ്ങനെ ഓണാക്കിയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് വൈപ്പർ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ മണ്ണിൻ്റെ സ്ക്രാച്ചൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ശരിക്കും ഗ്ലാസ് പോളിഷൊന്നും കൊടുക്കണം ഗൈസ്, എന്നാലേ പറ്റൂ. നോക്കട്ടെ എവിടെ പോളിഷൻ അറിയില്ല ഗൈസ്. അത് ഞാൻ എങ്ങനെ നോക്കണേ. എവിടെയെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ആകുമ്പോൾ ഇല്ല ഗൈസ്. ചെറുപ്പശ്ശേരിയിൽ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും പോളിഷിൻ്റെ എവിടെ ഉണ്ടെങ്കിൽ പറയുക ഗൈസ്. കമൻറ്റ് ആകുമ്പോഴോ അവിടെ പോയിട്ട് ഗ്ലാസ് ഒന്ന് പോളിഷ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൊണ്ട് വരാം ഗൈസ്. ഓക്കെ ഫൈനലി നമ്മൾ കോളേജിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഒരു കാര്യം, നമുക്ക് നേരെ കോളേജിനുള്ളിൽ കയറാം. ഇതുവരെ നമ്മൾ വായിച്ചു ഗൈസ്. ഇപ്പോൾ 68 തുടങ്ങുകയാണ്. 67 വരെ വായിച്ചു. ഇനി 68 തുടങ്ങുകയാണ് നമ്മൾ. ടിൽ ദ ബുക്ക് എൻഡ്സ്. അപ്പോൾ ബുക്കിന് എൻഡ് ചെയ്യുകയാണെങ്കിൽ എത്ര പേജുകൾ? 300 സോറി ഒരു മിനിറ്റ് വയസ്സ് പറഞ്ഞുതരാം. ബുക്ക് എൻഡ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ്. ബുക്ക് എൻഡ് ചെയ്യണമെങ്കിൽ 351 പേജ് വരെ ഉണ്ട്. നമ്മൾ കറൻ്റ് 68 പേജ് എത്തി. ഇങ്ങനെ വായിക്കാൻ തുടങ്ങട്ടെ ഗൈസ്. കുറച്ചൊക്കെ വരാം. സമയം 5:36. ശബരിയുടെ അവിടെ നിൽക്കുകയാണ് ഗൈസ്. വന്നിട്ടില്ല. 5 പറഞ്ഞു അവിടെ നിൽക്കുകയാണ്. 17 ആവും. 17:36. 5:36 ഗൈസ്. 5:30 കൂട്ടിക്കോളും ഗൈസ്. കാര്യമില്ല. 5:30 5:30 നേരെ ഇവിടെ നിൽക്കണം അറിയോ. അപ്പോൾ ഗൈസ് കുറച്ചായിട്ട് വരാം. ഗൈസ് നമുക്കിന്ന് വീട്ടിൽ പോകാം. അമ്മ ഇവിടെ എത്തി. സമയം കാണാണ്ടാവും. 48 ആയിട്ടുള്ളൂ. വേഗം നമുക്ക് വീട്ടിൽ പോകാം. 5:48. ഇപ്പോൾ ഗൈസ് കുറച്ചായിട്ട് വരാം. ഇപ്പോൾ ശബരി നേരെ വീട്ടിൽ പോകാം. യെസ് ഗൈസ് ലോക്ക്. എന്നാൽ വീട്ടിൽ പോകാം ഗൈസ്. കഴിഞ്ഞു ഇന്നത്തെ ദിവസം കഴിഞ്ഞു. സമയം 6:01. ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പം തന്നെ ഓക്കെ ഗൈസ്. പിന്നെ വരാം. എൻ്റെ അവിടെ വന്ന് മണത്ത് നോക്കുന്നുണ്ട്. ഇല്ലേ എന്നാ ചെയ്യുന്നത്. എൻ്റെ അവിടെ വന്ന് മണത്ത് നോക്കുക. ഗേറ്റ് കുറ്റിട്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കൊന്ന് വണ്ടി ഇത് തുറക്കാൻ ഗൈസ്. സാധനം എടുക്കാണ്ടായിരുന്നു. സാധനം എടുക്കാൻ ദൈവമേ കിട്ടി. അപ്പോൾ നമ്മളിവിടെ കൂടുണ്ടാക്കിയതിൽ വണ്ടി ഇരിക്കണം ഗൈസ്. കൂടുണ്ടാക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറ് പാവം കാറ് കഴുകണം ഇരുന്നിട്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോകാം. ലോക്ക് ചെയ്ത് വീട്ടിൽ പോകാം ഗൈസ്. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഔട്ടർ പറയാൻ വേണ്ടി വന്നാൽ അപ്പോഴൊരു കാര്യം ഓർത്ത് ഗൈസ്. ഇന്ന് ലാസ്റ്റത്തിൻ്റെ 2 പീരീഡ് മുന്നേ ലാബ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ച് ഞാൻ എന്തറിയോ, ഞാൻ ടീച്ചർ തന്നെ ഇങ്ങനെ എന്നെപ്പോലെ സ്ഥലം മേടിച്ചു, വീട്ടുകാരുടെ പേരിൽ മേടിച്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്ഥലമൊക്കെ മേടിച്ചു പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് വീട്ടുകാരുടെ പേരിലെടുത്തു അങ്ങനെയൊക്കെ ചോദിച്ചു. ലാസ്റ്റ് പറഞ്ഞു പിന്നെ ട്രേഡിങ്ങിലേക്ക് കടന്നു. നമ്മുടെ സെക്ഷൻ ട്രേഡിങ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഗുരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഗൈസ്. ഗുരു എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്താ വെച്ചാൽ 5 സിയറിന് മുകളിൽ എത്ര ആണെങ്കിൽ പൈസ കിട്ടിയാലും അതിൽ നിന്ന് സെസ് കട്ട് ചെയ്യും. അത്രേ ടാക്സിന് പുറമെ സെസ് വേറെ ഉണ്ടാവും, അത് കട്ട് ചെയ്യും. എത്ര ടോട്ടൽ 48% ടോട്ടൽ വരും. ഇപ്പോൾ 5 കോടി ഉണ്ടെങ്കിൽ ഇനി 47% കട്ട് ചെയ്യുകയാണ് 2.5 കോടി. അത്ര കൂട്ടിക്കോളും. അത്ര കോടിയോളം ടാക്സ് ആയിട്ട് പോകും.
അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക ബിസിനസ്സുകാർ കേമൻ ഐലൻഡ്സിലോ അല്ലെങ്കിൽ മൗറീഷ്യസിലോ ഒക്കെ എന്ത് ചെയ്യണം നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ചിലവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് ദുബായിലും തുടങ്ങിയാണ് കുറേ ആൾക്കാർ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഐ മീൻ ടാക്സ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേസ് ദുബായിലൊരു തുടങ്ങിയാൽ പോരെ, ദുബായിലൊരു കമ്പനി തുടങ്ങിയിട്ട് അത് ഹെഡ് ഓഫീസ് അവിടെ ആക്കിയാൽ പോരെ, ടാക്സ് കൊടുക്കണ്ട. ഇവിടെ നിന്ന് ഉള്ളത് ഇവിടെ തന്നെ സെല്ലായി പോണു. അപ്പോൾ നമ്മൾ 5 കോടിയുടെ മുകളിൽ ഇപ്പോൾ 5 കോടി ഞങ്ങൾ വിചാരിച്ചുള്ളൂ ഗൈസ് ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല. അതിൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സെസ് വേറെ കൊടുക്കണം. അതാണ് എല്ലാവരും എല്ലാം ഇപ്പോൾ ട്രേഡിങ്സിൻ്റെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അതൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ കാണിക്കണം ഗൈസ് ടാക്സിൽ, ഇൻകം ടാക്സിൽ. അതുകൊണ്ടാണ് എല്ലാവരും കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നത് ഗൈസ്, 5 കോടിയുടെ മേലാണെങ്കിൽ സെസ് വരും, അത്രേ ഉള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ 5 കോടിക്ക് 47-50% ടാക്സ് വരുന്നുണ്ട്. അതായത് 2.5 കോടി വരും ടാക്സ് പിടിക്കുന്നുണ്ട്. ബാക്കി 2.5 കോടി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേമൻ ഐലൻഡ്സിലും മൗറീഷ്യസിലും ദുബായിലൊക്കെ പോയി ആൾക്കാർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് പറയാനാണ് ഞാൻ വന്നത് ഗൈസ്. അപ്പോൾ ഇനി നാളെ കാണാം ഗൈസ്. ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. ബൈ ബൈ, നാളെ കാണാം.